സഹൃദയരെ, എല്ലാ പ്രേക്ഷകർക്കും ട്രിപ്പ് അപ്പ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ അവതരിപ്പിക്കുന്ന NH-66 സീരീസിലെ 32ാമത്തെ വീഡിയോയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ മുതൽ വെങ്ങളം വരെ നീണ്ടുകിടക്കുന്ന 40.5 കിലോമീറ്റർ ആദ്യ റീച്ചിൽപ്പെട്ട വെങ്ങളം മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള പ്രദേശത്തെ നിർമ്മാണ പ്രവൃത്തികളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന മഴ കാരണം ഡ്രോൺ ഷൂട്ട് സാധ്യമല്ലാത്തതിനാലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് 1-2 ദിവസം താമസം നേരിട്ടത്. മാന്യ പ്രേക്ഷകർ സഹകരിച്ചതിന് നന്ദി അറിയിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ ബൈപ്പാസിൻ്റെ അവസാനമായ വെങ്ങളം വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അവതരിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ വെങ്ങളം മുതലുള്ള പുതിയ റീച്ചിലേക്ക് കിടക്കുമ്പോൾ തുടക്ക പ്രദേശങ്ങളിലൊക്കെ റോഡിൻ്റെ ഇരുവശവും മരങ്ങൾ വെട്ടി നീക്കി നിലവിൽ വീതി കൂട്ടിയിട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ ദേശീയപാതയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കാണിച്ച സമയത്ത് വെങ്ങളം മുതൽ ചെങ്ങോട്ടുകാവ് വരെയുള്ള പ്രദേശങ്ങളിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാത്തതുകൊണ്ട് ചിലയിടങ്ങളിലൊക്കെ അന്ന് മരമുറി മാത്രമായി നടന്നത് എന്നതുകൊണ്ട് നമ്മൾ ഈ പ്രദേശം ഷൂട്ട് ചെയ്യുകയോ കാണിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഒരു 3 മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 2.5 മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ റീച്ചിലേക്ക് വരുമ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള നിർമ്മാണ പുരോഗതി തന്നെയാണ് കാണുന്നത്. മരങ്ങൾ വെട്ടി നീക്കി എന്നതിന് പുറമെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇരുവശവും വീതി കൂട്ടി മണ്ണ് നിരത്തിയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വെങ്ങളം മുതൽ തിരുവങ്ങൂർ വരെയുള്ള പ്രദേശങ്ങളിലൊക്കെ റോഡിൻ്റെ ഇരുവശവും വീതി കൂട്ടി റിട്ടേണിംഗ് വാളിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. തിരുവങ്ങൂർ ടൗണിൽ തിരുവങ്ങൂർ കുനിയിൽക്കടവ് ജംഗ്ഷനിൽ 24 മീറ്റർ വീതിയിലുള്ള ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. നിരവധി കെട്ടിടങ്ങളും റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളും പൊളിച്ചു നീക്കിയാണ് തിരുവങ്ങൂർ ടൗണ് NH-നായി വഴിമാറിക്കൊടുത്തത്. ഇവിടങ്ങളിൽ മുറിച്ചുമാറ്റിയ മരങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ കാണാവുന്നതാണ്. വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള ഈ റീച്ചിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അദാനി എൻ്റർപ്രൈസസ് ആണ്. ഈ റോഡിൻ്റെ നിർമ്മാണത്തിനും ഇതിൻ്റെ പരിപാലനത്തിനും മറ്റു അറ്റകുറ്റപ്പണികളും നടത്തുന്നതിനു വേണ്ടി അഴിയൂർ വെങ്ങളം റോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ഉപകമ്പനി രൂപീകരിച്ചുകൊണ്ടാണ് അദാനി എൻ്റർപ്രൈസസ് ഈ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത്. എന്ന് മാത്രമല്ല, അദാനി ഗ്രൂപ്പിൽ നിന്നും ഈ റീച്ചിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏറിയ പങ്കും ഉപകരാറായി ഏറ്റെടുത്തിരിക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാഗാഡ് ഇൻഫ്രാ പ്രോജക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലയിലെ ദേശീയപാതയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കയറ്റ ഇറക്കങ്ങളും വളവുകളും താരതമ്യേന ഇല്ലെന്ന് പറയാവുന്ന പ്രദേശമാണ് കോഴിക്കോട് ജില്ലയിലെ 2 റീച്ചുകളും. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള പ്രദേശങ്ങൾ ചെറിയ ചെറിയ ടൗണുകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് വാഹനപ്പെരുപ്പം മൂലവും മറ്റും നിലവിലുള്ള ഗതാഗതക്കുരുക്ക് മൂലം ഏറ്റവും വേഗത കുറഞ്ഞ പാതകളിൽപ്പെട്ട ഒന്നാണ്. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി നിലവിൽ ശരാശരി 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ സമയമെടുക്കുന്നുവെങ്കിൽ ദേശീയപാത വികസനം പൂർത്തിയാകുന്നതോടെ 1 മണിക്കൂർ മുതൽ 1.25 മണിക്കൂറിനുള്ളിലായി ഈ പ്രദേശം കവർ ചെയ്യാൻ പറ്റുമെന്നാണ് കണക്കാക്കുന്നത്. ഈ പ്രദേശത്തെ ഗതാഗത സൗകര്യത്തിന് വേണ്ടി അഴിയൂർ വെങ്ങളം റീച്ചിൽ 5 ഫ്ലൈ ഓവറുകളും 10 അണ്ടർപാസുകളും 1 റെയിൽവേ മേൽപ്പാലവും 1 ഓവർപാസും 3 ഫുട് ഓവർ ബ്രിഡ്ജുകളും 1 ടോൾ പ്ലാസയും വരുന്നുണ്ട്. അതിന് പുറമെ 5 ചെറിയ പാലങ്ങളും ഈ റീച്ചിൽ വരുന്നുണ്ട്. മാത്രമല്ല, പ്രധാന ടൗണുകളായ കൊയിലാണ്ടി, കൊല്ലം പ്രദേശങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് 11 കിലോമീറ്റർ നീളത്തിലുള്ള കൊയിലാണ്ടി ബൈപ്പാസ് വരുന്നതും ഈ റീച്ചിൽ തന്നെയാണ്. ഈ പ്രദേശം പിന്നിട്ട് നമ്മൾ എത്തുന്നത് പിന്നീട് ചേമഞ്ചേരി അങ്ങാടിയിലേക്കാണ്. ദേശീയപാതയിലെ അത്യാവശ്യം തിരക്കുള്ള ഒരു ചെറിയ അങ്ങാടിയാണ് ചേമഞ്ചേരി അങ്ങാടി. അവിടെ നിന്നും പല ഉൾപ്രദേശങ്ങളിലേക്കുള്ള റോഡുകൾ പുറപ്പെടുന്ന സ്ഥലമാണ്. എന്നാൽ നിലവിലെ അലൈൻമെൻറ്റ് പ്രകാരം ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രോസിംഗ് സംവിധാനം ഉൾപ്പെടുത്തിയതായി അറിവില്ല. ചേമഞ്ചേരി പോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു അണ്ടർപാസെങ്കിലും അനുവദിക്കാത്ത പക്ഷം ഈ പ്രദേശങ്ങളിലുള്ള ഗതാഗതം പ്രയാസമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. 2.5 വർഷമാണ് ഈ പ്രോജക്റ്റിൻ്റെ നിർമ്മാണ കാലാവധിയായി വരുന്നത്. തുടർന്ന് വരുന്ന 15 വർഷവും അറ്റകുറ്റപ്പണികളും മറ്റും തീർത്ത് ഈ റോഡിനെ പരിപാലിക്കേണ്ട ചുമതലയും ഈ അദാനി എൻ്റർപ്രൈസസ് കമ്പനിക്ക് തന്നെയാണ്. ചേമഞ്ചേരി പ്രദേശത്ത്
മരങ്ങൾ വെട്ടിമാറ്റി കെട്ടിടങ്ങളും മറ്റും പൊളിച്ചു നീക്കിയതൊഴിച്ചാൽ മറ്റുള്ള പ്രവൃത്തികളൊന്നും ഇവിടങ്ങളിൽ നടന്നതായി കാണുന്നില്ല. അവിടങ്ങളിലൊക്കെ റോഡിൻ്റെ ഇരുവശത്തു നിന്നും ഭൂമി ഏറ്റെടുത്തതായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതോടെ വലതുവശം ചേർന്നാണ് പിന്നീട് വീതി കൂട്ടി വരുന്നത്. റെയിൽവേ ട്രാക്കും 6 വരി ദേശീയപാതയും സമാന്തരമായി കടന്നുപോകുന്ന ഈ പ്രദേശം ദേശീയപാതയുടെ പണി പൂർത്തിയാവുന്നതോടെ നല്ല കാഴ്ചഭംഗി നൽകുന്ന ഒരു പ്രദേശമായി മാറും. ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമ്മൾ എത്തുന്നത് പൊയിലിക്കാവിലേക്കാണ്. പൊയിലിക്കാവിലെത്തുന്നതിന് മുമ്പായി ഒരു 400 മീറ്റർ റീ അലൈൻമെൻറ്റ് വരുന്നുണ്ട്. നിലവിലെ വളവ് കുറക്കുന്നതിന് വേണ്ടി ആദ്യ വളവിൽ വലതു ഭാഗത്തേക്കും രണ്ടാമത്തെ വളവിൽ ഇടതു ഭാഗത്തേക്കും വഴിമാറിയാണ് ഈ റീ അലൈൻമെൻറ്റ് വരുന്നത്. ആ പ്രദേശങ്ങളിലൊക്കെ റോഡിന് ഇരുവശവും മരങ്ങൾ മുറിച്ചു മാറ്റിയും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയും ഇട്ടതൊഴിച്ചാൽ മറ്റു കാര്യമായ പുരോഗതികളൊന്നും പ്രവൃത്തിയിൽ നടന്നതായി കാണുന്നില്ല. ദേശീയപാതയുടെ വികസന പ്രവർത്തന കാഴ്ചകൾ നമ്മൾ 1-ാം ഭാഗം ഷൂട്ട് ചെയ്ത സമയത്ത് ഈ പ്രദേശം ഒഴിവാക്കിയതിൻ്റെ കാരണവും ഇവിടങ്ങളിൽ കാര്യമായ പ്രവൃത്തികളൊന്നും നടക്കാത്തതുകൊണ്ടായിരുന്നു. എന്നാൽ അന്നത്തേതിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് ഇന്ന് റോഡ് ക്ലിയറൻസ് വർക്കുകൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അന്ന് നമ്മൾ ഈ പ്രദേശം ഒഴിവാക്കിയപ്പോൾ ചില പ്രേക്ഷകരൊക്കെ നിങ്ങൾ ആ പ്രദേശം കാണിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടിരുന്നു. തീർച്ചയായും അവനവരുടെ നാട്, അവനവരുടെ ഗ്രാമവും അതവർക്കെന്നും ഗൃഹാതുരത്വമായ ഓർമ്മകളായിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ് കാര്യമായ പ്രവൃത്തികളൊന്നും ഇവിടെ എടുത്തു പറയത്തക്ക പ്രവൃത്തികളില്ലെങ്കിലും ഈ പ്രദേശം ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിച്ചത്. പൊയിലിക്കാവ് പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ റെയിൽവേ ലൈനിനോട് അടുത്ത് പോവുകയാണ്. ഭംഗിയാർന്ന കാഴ്ചകളാണ് നമുക്കിവിടെ ഉള്ളത്. ഇവിടങ്ങളിൽ റെയിൽവേ ലൈനിനോട് ചേർന്ന ഭാഗങ്ങളിൽ റോഡിൻ്റെ വലതുവശത്താണ് വീതി കൂട്ട പ്രവൃത്തി നടക്കുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് നമ്മൾ എത്തുന്നത് ചെങ്ങോട്ടുകാവ് അങ്ങാടിയിലേക്കാണ്. ചെങ്ങോട്ടുകാവ് അങ്ങാടിയിൽ നിലവിലുള്ള അങ്ങാടിയിൽ നിന്ന് ഇടതുവശം ചേർന്ന ഒരു റീ അലൈൻമെൻറ്റോട് കൂടിയാണ് പോകുന്നത്. ചെങ്ങോട്ടുകാവ് ടൗണിൽ വെച്ചാണ് കൊയിലാണ്ടി ബൈപ്പാസ് ആരംഭിക്കുന്നത് എന്ന് തന്നെ പറയാം. ചെങ്ങോട്ടുകാവ് അങ്ങാടി കഴിഞ്ഞ് ഒരൽപ്പം മുന്നിടുന്നതോടുകൂടി കൊയിലാണ്ടി കൊല്ലം ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന വാഹനങ്ങൾക്ക് ദേശീയപാതയിൽ നിന്ന് വഴിമാറുന്നതിനാവശ്യമായ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. നിലവിലുള്ള ദേശീയപാതയുടെ അടുത്ത് പുതിയ ബൈപ്പാസ് ആരംഭിക്കുന്ന പ്രദേശത്ത് അതിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ചെങ്ങോട്ടുകാവ് എത്തുന്നതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി ബസാർ വരെയുള്ള ബൈപ്പാസിൽ നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്തതിൽ നിന്ന് ഒരശേഷം പോലും പുരോഗതി വരാത്തതുകൊണ്ടും മഴ കാരണം ആ പ്രദേശങ്ങളിലുള്ള പ്രവൃത്തികൾ മുന്നോട്ട് പോകാത്തത് കൊണ്ടും ഞങ്ങൾ ആ പ്രദേശം ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നീട് നമ്മൾ നന്ദി ബസാർ മുതൽ വടകര വരെയുള്ള പ്രദേശങ്ങളാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ പ്രദേശത്തുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതിനിടയ്ക്ക് ഈ പ്രദേശത്ത് ഈ ഒരു ദേശീയപാത നിലവിൽ കടന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടൗണാണ് കൊയിലാണ്ടി ടൗണ്. ആ കൊയിലാണ്ടി ടൗണിൻ്റെ ആകാശ കാഴ്ചകൾ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യും. അതിനുശേഷം നന്ദി ബസാർ മുതൽ വടകര വരെയുള്ള നിർമ്മാണ പ്രവർത്തികളുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഏതായിരുന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രീതിയിലുമുള്ള ആത്മാർത്ഥമായ സഹകരണം ഞങ്ങളുടെ ഈ സംരംഭത്തിന് ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമൊക്കെ കമൻറ്റ് ബോക്സുകളിലൂടെ രേഖപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളാകാനും അപേക്ഷിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ സമാനമായ ചിന്താഗതിയുള്ള നാടിൻ്റെ നിർമ്മാണ പ്രവൃത്തികളിലും നാടിൻ്റെ ഭംഗിയിലും ഇത്തരം കാര്യങ്ങളിലും താല്പര്യതയുള്ള ആളുകളിലേക്ക് നമ്മുടെ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്നും സാന്ദർഭികമായി അഭ്യർത്ഥിക്കുകയാണ്. ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചകളും മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.